കേരള രാഷ്ട്രീയ പ്രകമ്പനങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒന്നായി മാറിയ മാസപ്പടി കേസ് പുതിയൊരു നിയമ പോരാട്ടത്തിലേക്കും അന്വേഷണത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്കും കടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത എന്നിവരെ ചുറ്റിപ്പറ്റിയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇപ്പോൾ അതീവ തന്ത്രപരമായ ഡിജിറ്റൽ തെളിവുകൾ ശേഖരണത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ലഭ്യമായ വിവരങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങളും സമഗ്രമായി തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇവയെല്ലാം അടിസ്ഥാനമാക്കിയ അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളും അതിന്റെ നിയമരാഷ്ട്രീയ വശങ്ങളും വിശദമായി തന്നെ പരിശോധിക്കണം. ആദായനികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലുകളോടെയാണ് മാസപ്പടി വിവാദം കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കുമായി കരിമണൽ ഖനനവും അനുബന്ധ വ്യവസായങ്ങളും നടത്തുന്ന പ്രമുഖ കമ്പനിയായ CMRL നടന്ന പരിശോധനകളിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നത്. തുടർന്ന് മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള ബംഗളൂരു ആസ്ഥാനമായുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് കൃത്യമായ സേവനം ഒന്നും നൽകാതെ തന്നെ കോടിക്കണക്കിന് രൂപ കൈമാറിയതായി ആദായനികുതി വകുപ്പ് കണ്ടെത്തി. നൽകാത്ത സേവനങ്ങൾക്കാണ് കരാറുകളുടെ മറവിൽ മാസപ്പടിയായി വൻ തുകകൾ കൈമാറിയതെന്ന ഈ കണ്ടെത്തലാണ് പിന്നീട് വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വഴിയൊരുക്കിയത്. കോർപ്പറേറ്റ് ചട്ടങ്ങളുടെ ലംഘനം അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലെ റെഗുലേറ്ററി ബോഡിയായ SFIO രംഗത്തെത്തുകയും തൊട്ടു പിന്നാലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. ഈ കേസിൽ പ്രതികളെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കാനോ EDക്ക് യാതൊരുവിധ സാങ്കേതിക തടസ്സങ്ങളുമില്ല. എന്നിരുന്നാലും ധൃതി പിടിച്ചുള്ള നീക്കങ്ങൾക്ക് പകരം അതീവ ജാഗ്രതയോടെയും തന്ത്രപരമായും നീങ്ങാനാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. കേസ് സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതരായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ നീക്കവും രാഷ്ട്രീയമായി വലിയ തോതിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിഭാഗം ഹൈക്കോടതികളെയോ സുപ്രീം കോടതികളെയോ സമീപിച്ച് സ്റ്റേ വാങ്ങാനോ മറ്റ് പ്രതിരോധ തന്ത്രം മെനയാനോ സാധ്യതയുണ്ട്. നിയമപരമായ പാളിച്ചകൾ ഉണ്ടായാൽ അത് കേസിനെ ദോഷകരമായി ബാധിക്കും. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ കേവലം മൊഴികളെക്കാൾ പ്രാധാന്യം ബാങ്ക് രേഖകൾക്കും ഡിജിറ്റൽ തെളിവുകൾക്കുമാണ്. അതുകൊണ്ട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത വിധം തെളിവുകളിൽ ഒരു കോട്ട കെട്ടുകയാണ് EDയുടെ പ്രാഥമികമായ ലക്ഷ്യം. EDയുടെ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായി വഴിത്തിരിവായി മാറുന്നത് SFIO ഇതിനോടകം ശേഖരിച്ച രേഖകളാണ്. കോർപ്പറേറ്റ് ചട്ടലംഘനങ്ങൾ പരിശോധിക്കുന്നതിനായി എക്സാലോജിക് CMRL ഓഫീസുകളിൽ നിന്നും ഇവരുമായി ബന്ധപ്പെട്ട ബാങ്കുകളിൽ നിന്നും SFIO പിടിച്ചെടുത്തത് 134 അതീവ രഹസ്യ സ്വഭാവമുള്ള ഡിജിറ്റൽ ഫിനാൻഷ്യൽ രേഖകളാണ്. ഈ രേഖകൾ തങ്ങൾക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ED ഇപ്പോൾ എറണാകുളം PMLA പ്രത്യേക കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ രേഖകൾ കൈക്കലാക്കുന്നതിലൂടെ അന്വേഷണം മൂന്നാം ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് ED ലക്ഷ്യമിടുന്നത്. കേന്ദ്ര ഏജൻസി കോടതിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകളിൽ എക്സാലോജിക്കിനും CMRLനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാ വേരുകളും അടങ്ങിയിരിക്കുന്നു. പ്രധാനമായും 5 മേഖലകളിലാണ് ED ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വീണ വിജയനും CMRLനും തമ്മിൽ 2016 ഒപ്പുവെച്ച ആദ്യ കരാറാണ് ED ആവശ്യപ്പെട്ടതിൽ പ്രധാനം. ഇതിനു പുറമെ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും CMRLനും തമ്മിൽ 2017 ഉണ്ടാക്കിയ രണ്ടാമത്തെ കരാറിന്റെ വിശദാംശങ്ങളും ഇതിലുണ്ട്. IT അധിഷ്ഠിത സേവനങ്ങൾ, മാർക്കറ്റിംഗ്, കൺസൾട്ടൻസി എന്നിവയ്ക്കായി ഉണ്ടാക്കിയ കരാറുകളാണിവ എന്നതാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഈ കരാറുകളുടെ മറവിൽ നടന്ന സാമ്പത്തിക വിനിമയങ്ങളുടെ നിജസ്ഥിതിയാണ് ED പരിശോധിക്കുന്നത്. എക്സാലോജിക് കമ്പനിയുടെ വാർഷിക സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകൾ ED വിശദമായി തന്നെ വിശകലനം ചെയ്യും. അതോടൊപ്പം വീണ വ്യക്തിപരമായി ഇൻകം ടാക്സ് റിട്ടേൺ വിശദാംശങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് CMRLൽ നിന്നും എത്തിയ വൻ തുകകൾ ഏത് രീതിയിലാണ് വിനിയോഗിക്കപ്പെട്ടതെന്നും ഇത് വ്യക്തിപരമായ ആസ്തികൾ വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ഈ കേസിന് പുതിയൊരു ദിശാബോധം നൽകുന്ന കണ്ടെത്തലാണിത്. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനി എന്ന സ്ഥാപനത്തിൽ നിന്നും വീണ സ്വീകരിച്ച ലോണുകളുടെ വിവരങ്ങളും ആ ലോൺ തുകകൾ പിന്നീട് എങ്ങനെ ഏത് സ്രോതസ്സിൽ നിന്നും തിരിച്ചടച്ചു എന്നതിന്റെ കൃത്യമായ റെക്കോർഡുകളും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥ സാമ്പത്തിക സ്രോതസ് മറച്ചു വെക്കാനാണോ കള്ളപ്പണം വെളുപ്പിക്കാനാണോ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ ലോൺ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് ED അക്കൗണ്ടന്റുമാർ ഉള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ഏറ്റവും നിർണായകം പണം സഞ്ചരിച്ച വഴി കണ്ടെത്തുക എന്നതാണ്. ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധർ ഫിനാൻഷ്യൽ ട്രയൽ എന്ന് വിളിക്കുന്നത്. SFIO ഇതിനോടകം തന്നെ CMRL ഉദ്യോഗസ്ഥരെയും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചിലരെയും ചോദ്യം ചെയ്ത് വ്യക്തമായ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ബാങ്കിംഗ് ചാനലുകളിലൂടെയാണ് പണം കൈമാറിയതെങ്കിലും അതിന് പിന്നിലെ ക്രിമിനൽ പശ്ചാത്തലമാണ് ED കൂടുതലും അന്വേഷിക്കുന്നത്. SFIO കണ്ടെത്തിയ 134 രേഖകൾ ലഭിക്കുന്നതോടെ EDക്ക് കൃത്യമായ ഒരു ഫിനാൻഷ്യൽ ട്രയൽ ഗ്രാഫ് തയ്യാറാക്കാൻ സാധിക്കും. പണം ലഭിച്ച അക്കൗണ്ടുകളിൽ നിന്നും അത് എങ്ങോട്ടൊക്കെ പിൻവലിക്കപ്പെട്ടു അല്ലെങ്കിൽ മാറ്റപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നതോടെ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി പൂർണ്ണമാകും. ഈ കേസിൽ പണം കൈപ്പറ്റിയ എക്സാലോജിക് കമ്പനി മാത്രമല്ല, പണം നൽകിയ CMRL കമ്പനിയും അതിന്റെ
MD ശശിധരൻ കർത്തയും തുല്യ ഉത്തരവാദികളാണ്. കർത്തയെ കേസിൽ പ്രതിചേർക്കുന്നതിനും വിളിപ്പിക്കുന്നതിനും മുൻപ് കമ്പനിയുടെ ബോർഡ് യോഗ തീരുമാനങ്ങളും സാമ്പത്തിക അനുമതി പത്രങ്ങളും ED പരിശോധിക്കും. ഒരു പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ പോലും കൃത്യമായ അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗിന് വിധേയമാക്കുന്ന ഒരു ലിസ്റ്റഡ് കമ്പനി സേവനം നൽകാത്ത ഒരു IT കമ്പനിക്ക് എന്തിനാണ് ഇത്രയും വലിയ തുകകൾ വർഷങ്ങളോളം നൽകിയതെന്നതിന് കമ്പനിയുടെ അക്കൗണ്ടിംഗ് രേഖകളിൽ എന്ത് ന്യായീകരണമാണ് നൽകിയിട്ടുള്ളതെന്നും കണ്ടെത്തേണ്ടതുണ്ട്. കമ്പനിയിലെ മറ്റ് ഡയറക്ടർമാരുടെ അനുമതിയോടെയാണോ ഈ പണം കൈമാറിയത്, അതോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണോ എന്നത് അന്വേഷണ പരിധിയിൽ വരും. കോടതിയിൽ നിന്നുള്ള അനുമതിയോടെ SFIയുടെ പക്കൽ നിന്നുള്ള രേഖകൾ EDയുടെ കൈകളിൽ എത്തുന്നതോടെ കേസ് അതിന്റെ ഏറ്റവും നിർണായകമായ 3-ാം ഘട്ടത്തിലേക്ക് കടക്കും. ഈ ഘട്ടത്തിൽ നടക്കുന്ന പ്രധാന നീക്കങ്ങൾ ഇവയായിരിക്കും. ലഭിക്കുന്ന വൻ രേഖാശേഖരണം EDയുടെ സാമ്പത്തിക വിദഗ്ധരും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും ചേർന്ന് വിശദമായി വിശകലനം ചെയ്യും. രേഖകളിലെ വൈരുദ്ധ്യങ്ങളും ബാങ്ക് അക്കൗണ്ടുകളിലെ അപാകതകളും ക്രോഡീകരിച്ച ശേഷം മാത്രമായിരിക്കും വീണ വിജയനും ശശിധരൻ കർത്തയ്ക്കും ഔദ്യോഗികമായി ED സമൻസ് അയക്കുക. ആവശ്യമെങ്കിൽ രണ്ടുപേരെയും ഒപ്പം ഇരുത്തിയോ അല്ലെങ്കിൽ വെവ്വേറെയോ ചോദ്യം ചെയ്യും. ഡിജിറ്റൽ രേഖകളുടെ കൃത്യമായ പിൻബലം ഉള്ളതിനാൽ ചോദ്യം ചെയ്യലിൽ പ്രതികൾ നൽകുന്ന മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ EDക്ക് കഴിയും. PMLA നിയമപ്രകാരം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ EDക്ക് വിപുലമായ അധികാരങ്ങളുമുണ്ട്. തെളിവുകളുടെ അടിത്തറ ശക്തമാക്കുന്നതോടെ കേസ് വലിയ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത്. ഈ കേസ് കേവലം ഒരു സാമ്പത്തിക തട്ടിപ്പ് എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ച ഒന്നാണ്. ഭരണകക്ഷിയെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം ഈ ആയുധം സജീവമായി ഉപയോഗിക്കുന്നുമുണ്ട്. അന്വേഷണം വീണ വിജയനിലേക്ക് നേരിട്ട് എത്തുന്നതോടെ അത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും പ്രതിപക്ഷ നേതൃത്വത്തിന്റെ പ്രതിച്ഛായയും ഗുരുതരമായി ബാധിക്കും. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപം ഭരണപക്ഷം ഉയർത്തുമ്പോഴും ശക്തമായ ഡിജിറ്റൽ തെളിവുകളുമായി മുന്നോട്ട് പോകാനാണ് EDയുടെ നീക്കം. വരും ദിവസങ്ങളിൽ എറണാകുളം PMLA കോടതി എടുക്കുന്ന തീരുമാനവും അതിനെ തുടർന്ന് ED നടത്തുന്ന തെളിവ് വിശകലനങ്ങളും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും എന്നതിൽ തർക്കമില്ല. പ്രതിരോധ കോട്ടകൾ തീർക്കാൻ പ്രതിഭാഗവും തെളിവുകളുടെ മൂർച്ച കൂട്ടാൻ കേന്ദ്ര ഏജൻസിയും ഒരുങ്ങുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു നിയമ പോരാട്ടത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.